ട്രൈ ചെയ്തോട്ടെ. ആ ദോശ ശരിയായിട്ടില്ലെങ്കിൽ എൻ്റെ തലയെ കൂടെ ഒന്ന് തരും ഞാൻ. എന്തേ എടുക്കത് എടുത്തിട്ടടുത്ത് പോയാൽ മതി. ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പി. അപ്പോൾ ഇതാ രാവിലത്തെ യുദ്ധമാണ് അടുക്കളയിൽ നടക്കണത്. പനിയൊക്കെ മാറിയിട്ടുള്ളൊരു 3-ാമത്തെ ദിവസമായിരുന്നു. മാറിയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ 3-ാമത്തെ ദിവസം രാവിലെ എണീറ്റപ്പോൾ വലിയൊരു കുഴപ്പം തോന്നിയിട്ട് കേട്ടോ. അപ്പോൾ എന്തായാലും അടുക്കളയിൽ കയറിയിട്ട് ഇന്ന് ആ ചീയപ്പാണ് കേട്ടോ ഉണ്ടാക്കണത്. അപ്പോൾ അപ്പം ഉണ്ടാക്കണേ മുന്നേ തന്നെ ഞാൻ എപ്പോഴും പറയും പോലെ തന്നെ കറിയാണ് ആദ്യം ഉണ്ടാക്കി വെക്കുക കേട്ടോ. കറി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള കടി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ മക്കൾ എണീറ്റ് വന്നാലും അവർക്ക് കറി ഉണ്ടല്ലോ, അപ്പോൾ അത് കൂട്ടി കഴിക്കാതെ വിചാരിച്ചിട്ട് നേരത്തെ തന്നെ അതാണ് ആദ്യം ഉണ്ടാക്കി വെക്കുക കേട്ടോ. അപ്പോൾ വലിയൊരു ക്ഷീണമൊന്നും തോന്നുന്നില്ല രാവിലെ എണീറ്റ് വന്നപ്പോൾ. എന്തായാലും കുറേ കഴിഞ്ഞ ദിവസത്തേക്കാളും ഒന്ന് ബെറ്റർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓൺ വോയിസ് ആണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് നമ്മുടെ വീടിൻ്റെ ഈ ഒരു വീട് നിൽക്കുന്നതിൻ്റെ സൈഡിലുള്ള കുറച്ച് മരങ്ങളൊക്കെ മുറിക്കാൻ വേണ്ടിയിട്ട് മരം മുറിക്കുന്നവർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ മെഷീൻ വാളിൻ്റെ സൗണ്ട് വല്ലാണ്ട് കേൾക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിന്നെ ഞാൻ ആ സൗണ്ടൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞത് കേട്ടോ. അപ്പോൾ അവരവിടെ മരം മുറിച്ചിടുന്നുണ്ട്. പിന്നെ മക്കൾ ഒരാൾ എണീറ്റിട്ടുണ്ട്, ഒരാൾ എണീറ്റ് വരുന്നേക്കുള്ളിരുന്നു കേട്ടോ. അപ്പോൾ കിച്ചുമോൾ എണീറ്റ് വന്ന് അവളെ പല്ലേക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കളയിൽ കയറിയിട്ടുണ്ട്. എന്നിട്ട് അപ്പെടുത്ത് തിന്നാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയിലാണെങ്കിൽ ആദ്യത്തെ അപ്പമാണ് കേട്ടോ ഞാൻ ഈ ഒഴിച്ചിട്ടുള്ളത്. അപ്പോൾ എന്നോട് പറയാം ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനതിന് ദേഷ്യപ്പെടുന്നു. ആ അപ്പം ശരിയായിട്ടില്ലെങ്കിൽ എൻ്റെ തലയിൽ കൂടെ ഞാൻ ഒഴിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ നിന്നതാണ്. അപ്പോൾ ഏതായാലും അതൊക്കെ അങ്ങനെ അവൾ എടുത്തു കേട്ടോ. ചീയപ്പത്തിന് എനിക്ക് തോന്നുന്നു ചിക്കൻ കറിയൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണല്ലേ. എളുപ്പം ഉണ്ടാക്കാൻ പറ്റിയൊരു കടിയാണ് രാവിലത്തെ. നമുക്ക് രാത്രി കിടക്കുന്ന സമയത്ത് കുറച്ച് പച്ചരി അങ്ങോട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് രാവിലെ അത് കഴുകി പിന്നെ കുറച്ച് പച്ചവെള്ളം കൂട്ടി അരച്ചെടുക്കുക, ഉപ്പിടുക, അതിൻ്റെ ആ തിക്നെസ് ഒന്ന് കുറച്ചിട്ട് ലൂസാക്കിയിട്ട് ആ ബാറ്റ് നല്ലപോലെ ലൂസാക്കുക, അങ്ങനെ കോരി ഒഴിച്ചു കൊടുക്കുക. എളുപ്പമുള്ള പരിപാടിയാണത്. അപ്പോൾ അവൾക്ക് ഇങ്ങനെ കിട്ടുന്നൊരു പേടി ഇങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ. നമ്മളെ ചട്ടി നല്ല കറക്റ്റായിട്ട് തന്നെ കിട്ടും കേട്ടോ, ഒട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അവൾ എടുക്കാൻ കിട്ടിയെന്ന് പറഞ്ഞാൽ ആ സന്തോഷത്തിൽ ഇങ്ങനെ എടുക്കുകയാണ്. അപ്പോൾ ഏതായാലും അപ്പഞ്ചുണ്ട പരിപാടി കഴിഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് തന്നെ ഉണ്ടാക്കിയിട്ടുള്ളൂ, ഒരു മൂന്നെണ്ണം വെച്ച് എല്ലാവർക്കും എടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളൂ. എങ്ങനെ ഒറ്റ കുറച്ചുണ്ടാക്കിയാലും ബാലൻസ് ഉണ്ടാവും അവിടെ. കഴിഞ്ഞ ദിവസം ഞാൻ 2 ചട്ടപ്പുട്ട് വെച്ചിട്ട് അത് പുട്ടാണ് ഉണ്ടാക്കിയത്. അതിൽ ഒരു കുറ്റി പുട്ടത്ത് അതായത് ഒരു ചട്ടപ്പുട്ട് മേക്കറിൽ ഉണ്ടാക്കിയത് കഴിച്ചുള്ളൂ, ബാക്കി ഒന്ന് ബാലൻസ് വന്നു. ഇന്നിപ്പോൾ ഏതായാലും 3 മുട്ട ഞാൻ എടുത്തിട്ടുണ്ട്. ഞാനും കിച്ചുമോളും കഴിക്കും, തത്ത കഴിക്കൊന്നുമില്ല. അവൾ കഴിച്ചില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ലൂക്കാച്ചന് കൊടുക്കും കേട്ടോ. അപ്പോൾ അവൾ കിച്ചുമോളിനോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തിനാ 3 ഉണ്ടാക്കിയെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും മുട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഞാനത് 3 പേർക്കും ഉണ്ടാക്കും കേട്ടോ. ഇനിയിപ്പോൾ കഴിച്ചില്ല എന്നുണ്ടെങ്കിൽ ലൂക്കയ്ക്ക് കൊടുക്കാമല്ലോ വിചാരിക്കും. അപ്പോൾ അവൾ തത്ത മുട്ട എടുത്തിട്ടില്ല, അവളതിൻ്റെ ഗ്രേവിയൊക്കെയാണ് എടുത്തത്. അപ്പോൾ അങ്ങനെ പിന്നെ കട്ടൻ ചായ ഞാൻ ഒരു കപ്പ് ഏകദേശം നിറച്ച് കട്ടൻ ചായ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല കടുപ്പത്തിൽ തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്, മധുരം കുറച്ചിട്ട്. അപ്പോൾ അപ്പമൊക്കെ തിന്നാനൊരു കൊതിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. ചിലപ്പോൾ തിന്നുകൊണ്ടിരിക്കുമ്പോൾ അവയ്ക്ക് അങ്ങനെ കൊതി ഉണ്ടോ, പക്ഷെ തിന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്കൊരു മടുപ്പും വരും, അങ്ങനെയാണ്. അപ്പോൾ എന്തായാലും ഞാനിനി ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. 2 എടുത്തിട്ടുണ്ട്, 2 അപ്പം 1 മുട്ട കുറച്ച് എൻ്റെ ഗ്രേവിയും കൂടെ എടുത്തിട്ടുണ്ട്. ഞാൻ കറി ആക്കിയിട്ടല്ല കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്, അങ്ങനെ റോസ്റ്റ് ആയിട്ട് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ചുമ വരുന്നുണ്ട് കേട്ടോ. ചായ കൂടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ പാത്രം മുറാനുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ പിന്നെ ചായ കുടിച്ചൊക്കെ കഴിഞ്ഞിട്ട് ചോറിനുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം തിളച്ചപ്പോൾ അരി ഇട്ട് കൊടുത്തു. ഇനി അത് റൈസ് കുക്കർക്ക് ഇറക്കി വെക്കണം. പിന്നെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് ഈ വെള്ളരിക്ക മോരൊഴിച്ച് കറിയും വെക്കും, പയറും നേന്ത്രക്കായയും കൂടെ ഇട്ട് ഉപ്പേരി ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ വെള്ളരിക്ക കുറച്ച് പച്ചമുളകും പിന്നെ കുറച്ച് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടി വേവിക്കാൻ വെച്ചു. നേന്ത്രക്കായയും പയറും 2 പച്ചമുളക് കീറിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ടില്ല, അതും കൂടെ വെച്ച് വേവിക്കാൻ വെച്ചു. ഒന്ന് പകുതി വേവാകുമ്പോൾ ഉപ്പിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇത് നമ്മൾ മോര് കറിയിലേക്ക് തേങ്ങയും 1 നുള്ളി ജീരകവും 2 ചെറിയുള്ളിയും കൂടെ അരയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ അത് ഏകദേശം ഒന്ന് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിലേക്ക് ഉപ്പിട്ട് കൊടുത്തു. ഇനി ഒന്നും കൂടെ ഒന്ന് ഇതാവട്ടെ, കുറച്ച് വെള്ളം ഒന്ന് വറ്റി വരാനുണ്ട്. അപ്പോൾ തേങ്ങയും ചെറിയ ജീരകവും ചെറിയുള്ളിയും അതുപോലെ അരച്ച് വെച്ചു. അതിലേക്ക് കുറച്ച് തൈരും കൂടിയാണ് ചേർത്ത് മിക്സിയിൽ അടിച്ചെടുത്തു. അപ്പോൾ നമ്മൾ മോര് കറിയും പിന്നെ വയറുപ്പേരിയൊക്കെ ആയിട്ടുണ്ട്. ഉപ്പേരി പിന്നെ ഞാൻ ചെറിയ ഉള്ളിയൊക്കെ ഇട്ടിട്ടാണ്ട് വറവിട്ടെടുത്തു കേട്ടോ. ബാക്കി ക്ലീനിങ് പരിപാടി എല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ അടുക്കളയിലെ പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ
ഞാൻ കുളിക്കാൻ പോയി 2 ദിവസമായിട്ടുണ്ടായിരുന്നു ഞാൻ തല നനച്ച് കുളിച്ചിട്ട് കേട്ടോ. മേലെ കഴുകും, ഇന്നലെ വൈകുന്നേരത്ത് മേലെ കഴുകി. അപ്പോൾ തല നനച്ചിട്ട് 2 ദിവസം, 2 ദിവസം. ഇന്നിപ്പോൾ ബുധനാഴ്ച അല്ലേ, ഇന്ന് ബുധൻ, തിങ്കൾ ചൊവ്വ 2 ദിവസം പോയി. എന്തൊക്കെയോ ഒരു അസ്വസ്ഥത തല നനയ്ക്കാതിരുന്നപ്പോൾ. പക്ഷെ തല നനച്ച് കുളിച്ചപ്പോൾ ഒരു സുഖം തോന്നി. പക്ഷേ ചുമക്കണുണ്ട്. തല നനച്ച് വന്നപ്പോൾ തുടങ്ങിയ ചുമയാണ്. നന്നായി ഞാൻ ഇവിടേക്ക് ഇങ്ങനെ വെറുതെ കൊടുത്തു. കഫക്കെട്ട് നല്ലോണം ഉണ്ട്. എന്തായാലും കുളിച്ച് കഴിഞ്ഞപ്പോൾ ഒന്ന് സുന്ദരിയായി. അപ്പോൾ തന്നെ ഒരു കുളി കഴിഞ്ഞാൽ തന്നെ എനിക്ക് തോന്നുന്നു പകുതി അസുഖങ്ങളൊക്കെ പോണ പോലെ ഒന്ന് ഫീൽ ചെയ്യും കേട്ടോ. അപ്പോൾ എന്തായാലും ഇപ്പോൾ പനിക്കൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എന്തായാലും മരുന്നൊക്കെ ഗുളികയൊക്കെ കുടിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ ഇന്നത്തെ ഞങ്ങൾ കുഞ്ഞു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും അത് കമൻറ്റായിട്ട് അറിയിക്കാനും മറന്നു പോകരുത്. അപ്പോൾ ഇനി നമ്മൾ അതുപോലെ ലോങ് വീഡിയോ ഒക്കെ വിടുമ്പോൾ തന്നെ കാണാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് ഫുള്ള് കാണാൻ പറ്റില്ല കുറച്ചെങ്കിലും കണ്ടിട്ട് ഞങ്ങളുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതുപോലെ തന്നെ ഷോർട്സും അതുപോലെ ഷോർട്സ് പിന്നെ എന്തായാലും മാക്സിമം പോയാൽ 60 സെക്കൻഡ് 1 മിനിറ്റുള്ള ഷോർട്സൊക്കെ ആവുമല്ലോ, അല്ലെങ്കിൽ അത്ര ഉണ്ടാവില്ല, ചിലപ്പോൾ 15 മിനിറ്റോ അത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ അത് മാക്സിമം കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ടാറ്റാ, ബൈ ബൈ, സീ യു.